Hello everyone. Now, now confusion is NEET apply. Very simple. Very three steps we NEET apply. Now, NEET details 6th April application form apply and start up to 6th May. May 6th apply time. Application fees general category 1600 ആണ് ഇനി ജനറൽ OBC ഒക്കെ ആണെങ്കിൽ 1500 ഉണ്ട് അത് കഴിഞ്ഞിട്ട് SC ST ഒക്കെ ആണെങ്കിൽ 900 അപ്പോൾ ഫീസിന്റെ സ്ട്രക്ചർ പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് എക്സാമിനേഷൻ സിറ്റി കാര്യങ്ങൾ നിങ്ങൾക്കുള്ള മെയിൻ ഡേറ്റ്സും അതേപോലെ തന്നെ ഇന്നായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക 17th ജൂലൈയിലാണ് 2020 ലാണ് 3 hours and 20 minutes ആയിരിക്കും എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിന് എന്താ പറഞ്ഞിരിക്കുന്നത് ദാ ഏത് സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഗൂഗിൾ എടുക്കണം എന്നിട്ട് neet.nta.nic.in എന്ന് പറയുന്ന സൈറ്റിൽ പോവാം അപ്പോൾ സൈറ്റിൽ പോയി കഴിയുമ്പോൾ എന്താണ് നമ്മുടെ നീറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക അതാ കണ്ടോ ഇവിടെ നോക്കാം public notice inviting online application for NEET എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനെ എന്താണ് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയുടെ താഴെ എന്താണ് രജിസ്ട്രേഷൻ ഫോർ NEET 2022 എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പോയിട്ട് എന്ത് ചെയ്യണം അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷനിൽ പോയിട്ട് ടാപ്പ് ചെയ്യാം അപ്പോൾ ദാ നമ്മൾ ഇങ്ങനെ ഒരു ഐക്കണിലേക്കായിരിക്കും വരുന്നുണ്ടാവുക അവിടെ നോക്കുക രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഫീ പേയ്മെന്റ് അതാണ് മിസ് പറഞ്ഞത് 3 സ്റ്റെപ്സേ ഉള്ളൂ അപ്പം ദാ ഇങ്ങനെ ഒരു പേജിൽ പോകുമ്പോൾ കണ്ടോ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആണ് അതിലുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മിസ് ഫസ്റ്റ് തന്നെ കാണിച്ചത് അപ്പം ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്താണ് 138 പേജസിന്റെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലുള്ള മെയിൻ കാര്യങ്ങളാണ് മിസ് പറയുന്നത് ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കിയാൽ മതി അപ്പോൾ ദാ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ പോകുമ്പോൾ ദാ ഇവിടെ ഒരു ടിക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ ബോക്സ് ഒക്കെ ഉണ്ട് അവിടെ ടിക്ക് ഒക്കെ കൊടുക്കുക എന്താണ് അത് പറഞ്ഞേക്കുന്നത് ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കാര്യങ്ങളൊക്കെ വായിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ടിക്കാണ് എല്ലാം വായിച്ചിട്ട് ആ ടിക്കൊക്കെ കൊടുത്തിട്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് അപ്പം ഇതിൽ പോയിട്ട് എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്യണം അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐക്കൺ വരും 3 സ്റ്റെപ്സ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ രജിസ്ട്രേഷൻ ആണ് ഇങ്ങനെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം വരിക എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിൽ ഇൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എന്ത് വരും കുറേ ഇങ്ങനെ ബോക്സസ് വരും നമ്മൾ എന്ത് ചെയ്യും സേവ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കുറേ ബോക്സസ് വരും അവസാനം നമ്മൾ എന്ത് ചെയ്യണം ഈ ഐ എഗ്രിയിൽ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുക്കണം അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ കാരണം അതിലേക്കാണ് OTP വരിക ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളും അഡ്മിറ്റ് കാർഡും ഒക്കെ വരുന്നുണ്ടാവുക അപ്പോൾ ദാ അത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോവും അവിടെ കണ്ടോ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു വരും ഇനി നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് ടാപ്പ് ചെയ്യാം അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വരും അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫോട്ടോ തമ്പ് ഇംപ്രഷൻ അങ്ങനത്തെ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം വേറെ എന്താണ് ചോദിക്കുക ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗർ തമ്പ് പ്രിന്റ് ഇംപ്രഷൻ ചോദിക്കും പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അങ്ങനെ അപ്ലിക്കബിൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലെ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും അപ്പം എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഫൈനലായിട്ട് ഫീയും കൂടി പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫുൾ സെറ്റായി നിങ്ങൾ നീറ്റിന്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫുൾ സെറ്റായി അപ്പോൾ എല്ലാവരും എന്താണ് വേഗം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്തോ മെയ് വരെ സമയമുണ്ട് മെയ് 6th വരെ സമയമുണ്ട് എന്നാലും ഡിലേ ആക്കണ്ട വേഗം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്തോ അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും അതോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണെങ്കിലൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കൺ ചെറിയ ബെല്ലൈക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് പേഴ്സണലൈസ്ഡ് ആണെങ്കിൽ അത് മാറ്റിയിട്ട് ഓൾ ആക്കി വെക്കുക അപ്പോഴാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീറ്റിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ക്രാഷ് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുക 7592092024 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് നീറ്റിന് അപ്ലൈ ചെയ്തോ